കേരളം കണ്ട ഏറ്റവും ഭീകരമായ ദുരന്തമായി മാറുകയാണ് വയനാട് ഉരുൾപൊട്ടൽ. ദുരന്തമുഖത്ത് വയനാട്ടുകാർ ഇപ്പോൾ ഓർമ്മിക്കുന്നത് ഒരു കളക്ടറെയാണ്. ബീഹാറിലെ ദാരിദ്ര്യ പശ്ചാത്തലത്തിൽ വളർന്നു വന്ന് IAS നേടിയ കേശവേന്ദ്രകുമാറിനെ. ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് ഹയർ സെക്കൻഡറി ഡയറക്ടറായിരിക്കെ KSUക്കാർ തിരുവനന്തപുരത്ത് വെച്ച് കരിയോയിലൊഴിച്ച് അപമാനിച്ചു വിട്ടു. പിന്നാലെ സർക്കാർ അദ്ദേഹത്തെ തട്ടിയത് വയനാട്ടിലേക്കായിരുന്നു. വയനാടിൻ്റെ പാരിസ്ഥിതിക സ്ഥിതി വിശേഷണം മനസ്സിലാക്കിയ ആ കളക്ടർ അനധികൃത നിർമ്മാണങ്ങളും ക്വാറികൾക്കുമെതിരെ തിരിഞ്ഞു. ഉരുൾപൊട്ടൽ പോലുള്ള ഭീഷണി നാട്ടിലുണ്ടെന്ന് വ്യക്തമാക്കി തന്നെയായിരുന്നു അദ്ദേഹത്തിൻ്റെ നീക്കങ്ങൾ. ദുരന്ത നിവാരണ നിയമപ്രകാരം പരിസ്ഥിതി ലോല മേഖലകളിലും ജനവാസ കേന്ദ്രങ്ങളിലും ഉണ്ടായിരുന്ന ക്വാറികൾ അദ്ദേഹം പൂട്ടിച്ചു. എണ്ണമെടുത്താൽ 100-ലധികം വരുമത്. എന്നാൽ ഹൈക്കോടതി മുതൽ സുപ്രീം കോടതി വരെയുള്ള നിയമ പോരാട്ടങ്ങളാണ് ഭരണകൂട പിന്തുണയോടെ ക്വാറി ഉടമകൾ നടത്തിയത്. പരിസ്ഥിതി ലോല മേഖലകളിൽ കൂറ്റൻ കെട്ടിടങ്ങൾ ഉയരുന്നതും മലമടക്കുകളിൽ നിയന്ത്രണമില്ലാതെ റിസോർട്ടുകൾ വരുന്നതും ഉരുൾപൊട്ടൽ ദുരന്തങ്ങൾക്കിടയാക്കുമെന്ന തിരിച്ചറിവിലാണ് കേശവേന്ദ്രകുമാർ 2015 വയനാട്ടിൽ കെട്ടിട നിർമ്മാണങ്ങൾക്ക് നിയന്ത്രണം കൊണ്ടുവന്നത്. ഇക്കാര്യം എടുത്തു പറഞ്ഞ് സുപ്രീം കോടതിയും അദ്ദേഹത്തിൻ്റെ നീക്കങ്ങൾക്കൊപ്പം നിന്നു. സുൽത്താൻ ബത്തേരി, മാനന്തവാടി, കൽപ്പറ്റ എന്നീ നഗരസഭകളിൽ പരമാവധി 5 നില വരെയുള്ള കെട്ടിടങ്ങൾക്കും പഞ്ചായത്തുകളിൽ 3 നില കെട്ടിടങ്ങൾക്കുമാണ് അനുമതി നൽകിയിരുന്നത്. വൈത്തിരി പഞ്ചായത്തിൽ 2 നില കെട്ടിടങ്ങൾക്ക് മാത്രമേ അനുമതി നൽകുകയുള്ളൂവെന്നും കളക്ടർ ഉത്തരവിറക്കി. ഇതിനെതിരെ ശക്തമായ സമ്മർദ്ദമാണ് അന്നത്തെ UDF സർക്കാരിൽ നിന്നും മന്ത്രി മഞ്ഞളാംകുഴി അലിയിൽ നിന്നും ഉണ്ടായത്. പക്ഷെ പിന്നീടും ഭരണരാഷ്ട്രീയ ഉദ്യോഗസ്ഥ ലോബിയും ക്വാറി മാഫിയയും കൈകോർത്തു. വയനാട്ടിൽ നിന്നും കേശവേന്ദ്രകുമാർ ഒറ്റപ്പെട്ടു. 2018 പ്രളയകാലത്ത് വയനാട്ടിൽ വ്യാപകമായ ഉരുൾപൊട്ടലും നാശനഷ്ടങ്ങളും ഉണ്ടായതോടെ പിണറായി സർക്കാർ കേശവേന്ദ്രകുമാറിന് കളക്ടറുടെ താൽക്കാലിക ചുമതല നൽകി വയനാട്ടിലേക്ക് അയച്ചു. അന്ന് ഉരുൾപൊട്ടൽ സാധ്യതയുള്ള ദുരന്ത മേഖലകൾ കണ്ടെത്തി ജനങ്ങളെ മിന്നൽ വേഗത്തിൽ ഒഴിപ്പിക്കാനും കൂടുതൽ ദുരന്തങ്ങളില്ലാതെ വയനാടിനെ രക്ഷിക്കാനും കേശവേന്ദ്രകുമാർ വിശ്രമമില്ലാതെയാണ് പ്രവർത്തിച്ചത്. ഏറെ ഉരുൾപൊട്ടലുകൾ ഉണ്ടായ വൈത്തിരി, പൊഴുതന, തിരുനെല്ലി പഞ്ചായത്തുകളിൽ ഇനി കെട്ടിടങ്ങളുടെ ഉയരം 8 മീറ്ററേ പാടുള്ളൂവെന്നും ദുരന്ത നിവാരണ നിയമപ്രകാരം കേശവേന്ദ്രകുമാർ ഉത്തരവിറക്കി. കെട്ടിട നിർമ്മാണ നിയന്ത്രണം കൂടുതൽ കർശനമാക്കി. ഏത് സർക്കാർ വന്നാലും വികസനത്തിൻ്റെ പുറംപോക്കിലേക്ക് ആട്ടിയിറക്കപ്പെട്ടവരായിരുന്നു വയനാട്ടിലെ ആദിവാസി ഗോത്ര സമൂഹം. ഇവരെ ചേർത്ത് പിടിച്ചതും കേശവേന്ദ്രകുമാർ എന്ന കളക്ടറായിരുന്നു. ആദിവാസി സമൂഹത്തിൻ്റെ ആവലാതികൾ കേൾക്കാനും പരിഹാരം കാണാനും ഓരോ മാസവും കളക്ടർ കോളനികൾ സന്ദർശിച്ചു. വിവിധ വകുപ്പുകൾ കോടിക്കണക്കിന് രൂപ ആദിവാസി ക്ഷേമത്തിന് ചെലവഴിക്കുമ്പോഴും ആദിവാസി സമൂഹം ചൂഷണത്തിനിരയായി ദയനീയ ജീവിതം നയിക്കുന്ന യാഥാർത്ഥ്യമറിഞ്ഞാണ് അവരെ കേട്ട് അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ കളക്ടർ കോളനികളിലേക്ക് എത്തിയത്. 3 വർഷം മുമ്പ് ജന്മനാടായ ബീഹാറിലേക്ക് ഡെപ്യൂട്ടേഷനിൽ പോയ കേശവേന്ദ്രകുമാർ ഇപ്പോൾ തിരുവനന്തപുരത്ത് ധനവകുപ്പിൽ തിരിച്ചെത്തിയിട്ടുണ്ട്. വയനാടിനെ രക്ഷിക്കാൻ ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നുവെങ്കിൽ സർക്കാർ അവസരം നൽകേണ്ടത് അദ്ദേഹത്തെപ്പോലെ നാടിനെ അറിയുന്ന അധികാരികൾക്കാണ്.